ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു 5 മണിയൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ നടക്കാൻ പോകുന്നതിന് മുന്നുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ പുട്ടാണെന്ന് കടി. അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് നനച്ച് വെച്ചിട്ട് വേണം നമുക്ക് പോവാൻ. പുട്ടുപൊടിക്ക് ഒരു കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കൽ. അത് കറക്റ്റ് ആയിക്കാരം. പിന്നെ സുബൈസ്കാരെ കഴിഞ്ഞിട്ടാട്ടോ പോവുക. ഇന്നത്തെ ദിവസം പോയപ്പോൾ അങ്ങനെ മഞ്ഞറിഞ്ഞില്ല. തിരിച്ചു വന്നപ്പോൾ നല്ല മഞ്ഞാണ് കേട്ടോ. നേരം വെളുത്തപ്പോഴാണ് മഞ്ഞ് കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ആസ്വദിച്ച് നിന്ന് പിന്നെ നമുക്ക് അധികം നേരം ഇരിക്കാൻ പറ്റില്ലല്ലോ. ചോറൊക്കെ കൊണ്ട് മക്കൾക്ക് പോകണമല്ലോ. അപ്പം അന്ന് എനിക്ക് 10 മണിയാകുമ്പോഴത്തേന് എൻ്റെ വീട് വരെ ഒന്ന് പോകണം. അപ്പം എൻ്റെ മൂത്താപ്പാൻ്റെ മരുമോള് പ്രസവിച്ചിരിക്കണം. അപ്പോൾ കുട്ടീനെ കണ്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുട്ടീനെ കണ്ടു പോരാനും കൂടി ഒന്ന് പോകണം. അപ്പോൾ അവരെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചൊന്ന് പോകണം കേട്ടോ ഓലെ വീട്ടിലേക്ക്. അപ്പോൾ അനിയത്തി ഉണ്ട് പറഞ്ഞു. അപ്പോൾ അനിയത്തിക്ക് ഓക്ക് ആർക്കൊക്കെ കൊടുക്കാനാണ് പറഞ്ഞു. കുറച്ച് 100 ഉണ്ണിയപ്പം അതേപോലെ ഒരു കേക്കൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കേക്കൊക്കെ ഇന്നലെ രാത്രി തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണ്. അപ്പം ഉണ്ണിയപ്പത്തിന് ഇന്നലെ രാത്രി മാവൊക്കെ അരച്ചും വെച്ചിരിക്കണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മളെ കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അത് ചുട്ടെടുക്കാൻ. അപ്പോൾ നമ്മളെ പുട്ടൊക്കെ സെറ്റായി വന്നിക്കണം കേട്ടോ പുട്ടുപൊടി. പുട്ടുപൊടിയിൽ തലേന്ന് തന്നെ വെള്ളം ഒഴിച്ച് വെക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ വെള്ളം ഒഴിച്ചങ്ങാണ്ട് കുതിരാൻ വെക്കുക. അപ്പോൾ നമ്മളെ പുട്ടുണ്ടല്ലോ വൈകുന്നേരം ആയാലും നല്ല സോഫ്റ്റ് ആയിക്കാരം കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണ്ടേ. അങ്ങനെ പുട്ടൊക്കെ ചുടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ മാവുണ്ടല്ലോ ഉണ്ണിയപ്പത്തിൻ്റെ അതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഒന്ന് കുറച്ച് ടൈറ്റായ മാതിരി തോന്നിയിട്ട് എനിക്ക്. കാരണം നെയ്യപ്പത്തിൻ്റെ ഒരു മാവിൻ്റെ ഇതായി. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്ന് ലൂസാക്കി എടുത്തു. പുട്ടക്കപ്പം കറിയൊന്നും ഉണ്ടാക്കണില്ല, മൈസൂർ പായാണ്. അപ്പം എങ്ങോട്ടേലും പോകാണ്ടെങ്കിൽ ഇങ്ങനത്തെ എളുപ്പക്കടിയൊക്കെ കഴിക്കാറ് കേട്ടോ. അതേപോലെ ഇന്നലെ രാത്രി തന്നെ മീനൊക്കെ മുളകിട്ട് വെച്ചിരിക്കണം. ഇവിടെ ഉള്ളവർക്ക് കഴിക്കണമല്ലോ. ഉച്ചക്ക് നാണിപ്പാക്കി മോനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കഴിക്കാൻ വേണ്ടിയാണ്ട് തലേന്ന് രാത്രി ഞാൻ മീനൊക്കെ മുളകിട്ട് വെച്ചിരിക്കണം. അപ്പോൾ പിന്നെ ചോറ് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി എടുക്കണമല്ലോ. അപ്പോൾ 10 മണിക്ക് പോവും വേണം. അപ്പോൾ പിന്നെ പണികളൊക്കെ തലേന്ന് തന്നെ കുറച്ചൊക്കെ ഒരുക്കി വെച്ചിരിക്കണം. അപ്പോൾ കുറച്ച് ഒരു നുള്ളു ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവിൻ്റെ റെസിപ്പി കുറേ ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ട് കാണിക്കണില്ല കേട്ടതിൽ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചുടുന്നത് മാത്രമേ കാണിക്കണുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിക്കണ്. കാണാത്താലൊക്കെ ഉണ്ടെന്ന് കണ്ടു നോക്കണ്ടേ.
അപ്പോൾ അനിയത്തിക്ക് കൊണ്ടുപോകാനുള്ള ഉണ്ണിയപ്പൊക്കെ റെഡിയായി. അപ്പോൾ ഇത് കുറച്ച് ഞാനൊരു ബോക്സിൽ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ അമ്മക്കും ഉപ്പാക്കും ഉള്ളതാണ്. അപ്പം ഉമ്മയും ഇപ്പം വീട്ടിൽ ഒറ്റക്കാണ്. നാത്തൂന് മക്കളൊന്നും ഇല്ല. ഓല് അവിടെ ഓളെ വീട്ടിലാണ്. അപ്പോൾ അവർ രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൾക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ച്, നമുക്ക് അങ്ങനെയാണല്ലോ അല്ലേ, പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് നമ്മളെ കൈ കൊണ്ട് ഉണ്ടാക്കണത് കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. കേക്ക് പിന്നെ രാത്രി തന്നെ ഞാൻ ചെയ്ത് വെച്ചിനി. അതൊക്കെ ഒന്ന് ബോക്സിലാക്കട്ടെ. ഇതൊക്കെ ബോക്സിലാക്കുമ്പോൾ ആദ്യം അതും കുളിയൊക്കെ കഴിഞ്ഞ് അംഗൻവാടിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ പാക്കാക്കണൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓല് പോയിട്ട് ഓലെ വേക്കിൽ തന്നെ എനിക്കും ഇറങ്ങണം. ഞാൻ പോണ ഇതൊന്നും ഓൽക്ക് അറിയില്ല. ഒക്കെ റെഡിയാക്കി വെച്ചാൽ ഓലെ വേക്കിൽ തന്നെ എനിക്കും പോവാലോ. അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ പോയി ഞാനും പോവാം കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേന് എനിക്ക് തിരിച്ചും തന്നെ വരണം. ഇപ്പോൾ ഇത് ഞാൻ വൈക്കടവ് എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലെത്തി. അനിയത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള കാഴ്ചയാണിത്. അങ്ങനെ അനിയത്തിയും കൂടെ പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരു ഓട്ടോക്ക് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് റോട്ടിൽ എൻ്റെ വീട്ടിലേക്ക് പോകാൻ. വീട്ടിൽ ചെന്നിട്ട് ഇമ്മിയും പോരുന്നുണ്ട്. അപ്പോൾ ഞാനും അനിയത്തി ഇമ്മിയും പാടെയാണ് പോണത്. അപ്പോൾ കുട്ടീനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഒരു രണ്ടാൾക്കും ഓരോരോ ഡ്രസ്സ് വാങ്ങാൻ വിചാരിച്ചങ്ങാണ്ട് ഞങ്ങൾ ടെക്സ്റ്റൈൽസിലൊക്കെ കയറി. അങ്ങനെ രണ്ടാളും ഓരോ ഉടുപ്പൊക്കെ വാങ്ങിക്കാണ്ട് അങ്ങനെ അവിടുന്ന് പോകുന്നു. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇപ്പോൾ ജുമാക്ക് പോകാൻ വേണ്ടി കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. 11:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തിക്കണം. അപ്പോൾ ഇപ്പോൾ ഞങ്ങളെ കണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പോയത്. ഇപ്പോൾ ജുമാക്ക് നേരത്തെ പോകും പള്ളിക്ക്. അങ്ങനെ ഇപ്പം കുറച്ച് നേരം കുട്ടീനെ കളിപ്പിച്ചങ്ങാണ്ട് പിന്നെ ഇപ്പം പോയിട്ടോ. പിന്നെ ഞങ്ങൾ അകത്തൊക്കെ കയറിയപ്പോൾ ഉമ്മാനെ അതിലൊക്കെ വിളിച്ച് തിരഞ്ഞു നോക്കിയിട്ട് ഉമ്മാനെ കാണാനില്ല. അപ്പം ഉമ്മ കുളിമുറിയിലാണ്. അപ്പം വീട്ടിൽ വന്ന എല്ലാവരെയും അവസ്ഥ ഇങ്ങനെ തന്നെ ആയിക്കാറില്ല. വേഗം കിച്ചണിലെത്തും. കിച്ചണിൽ എന്താ ഉണ്ടാക്കിയതെന്നുള്ള ആരാണേലും ഏത് പെൺകുട്ടികളാണെങ്കിലും ഒന്ന് തുറന്ന് നോക്കുമല്ലോ. അപ്പോൾ അനിയത്തി വന്നുകൊണ്ട് വേഗം ചട്ടിയൊക്കെ തുറന്ന് നോക്കുകയാണ്. അപ്പം അമ്മ വെറുംചോറും ബീഫ് വരട്ടും തക്കാളി താളിപ്പും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം. അങ്ങനെ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ടേബിൾ മിട്ട്. അപ്പോൾ അതിനുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിക്കണം കേട്ടോ. അപ്പം അമ്മ കുറച്ച് ഓതാണ്ട് നിങ്ങൾ അവിടെ ഇരിക്കിട്ട് ഇറങ്ങാണ്ട് ഞങ്ങൾ രണ്ടാളെയും അവിടെ എത്തിങ്ങാണ്ട് അമ്മ നല്ല ഒത്തിലാണ്. പിന്നെ ഞങ്ങൾ ഇപ്പം ജുമേരിഞ്ഞ് നിന്നാണ്ട് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചാണ്ട് പിന്നെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് ഓട്ടോറിക്ഷയ്ക്ക് പോവുകയാണ്. മൂത്താപ്പാൻ്റെ മരുമോളാട്ടോ പ്രസവിച്ചത്. അപ്പോൾ മൂത്താപ്പാൻ്റെ വീട്ടിലേക്കാണ് പോണത്. ഇവിടെ ഹെളാപ്പിയും മൂത്താപ്പയും അതേപോലെ അമ്മായിയൊക്കെ വീട് ഇവിടെ അടുത്തടുത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നല്ലൊരു കാഴ്ച കേട്ടോ. അതിലേക്ക് ഇങ്ങനെ പോകുമ്പം നല്ല എന്താ പച്ചപ്പ് നിറഞ്ഞ പ്രദേശം. അപ്പം അങ്ങനെ ഇത് അമ്മായിൻ്റെ വീടാട്ടോ ഈ കാണുന്നത്. അപ്പം അങ്ങനെ അമ്മായിയുടെ മുന്നിലിരിക്കുന്നത് ഞങ്ങളെ കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഇതാണ് മൂത്താപ്പാൻ്റെ വീട്. അപ്പം മൂത്താപ്പാൻ്റെ വീട്ടിലെത്തി. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ തിരിച്ച് പോരുന്ന വഴിയാണ് എടുത്തത്. പിന്നെ കുറച്ച് നടക്കാനുള്ള അമ്മായിൻ്റെ വീട്ടിലേക്ക്. അപ്പുറത്തൊരു എളാപ്പി ഉണ്ട്, അവിടെയും പോയിക്കണം. അവിടെ നിന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പം എല്ലാവരും കാണുമ്പോൾ വീഡിയോ എടുക്കണമെന്നല്ല, അങ്ങനെ നമുക്ക് ഒരുപാട് സംസാരിക്കാണ്ടാവില്ല. അങ്ങനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്ന് പിന്നെ അമ്മായിൻ്റെ വീട്ടിലെത്തി. അപ്പം അമ്മായിക്കൊക്കെ ഞങ്ങളങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇപ്പാൻ്റെ പെങ്ങളാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോഴും അമ്മായി അസ്രസ്കാരത്തിലാണ്. കൊപ്രയൊക്കെ ഉണ്ട് വാരിങ്ങാണ്ട് ഇങ്ങനെ അകത്ത് വെച്ചിക്കണ്. അപ്പം അമ്മായിൻ്റെ മരോളെ കാണാമല്ലോ. അപ്പോളും തെരഞ്ഞ് ഞാൻ അടുക്കളയിൽ പോയത്. അപ്പോൾ മേലെ എന്തോ തയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അമ്മായി. ഇതാണ് അമ്മായിൻ്റെ മരുമോൾ. അപ്പോൾ ഓല് രണ്ടാളും ഭയങ്കര ഫോട്ടോഷൂട്ടാണ്. ഓള് ഇരിക്കണതൊക്കെ മറ്റോള് ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. അമ്മായിക്കൊരു മോൻ തന്നെ ഉള്ളൂ. അപ്പോൾ മോൻ ഇവിടെ അല്ല, മരുമോളാണത്. ഓക്ക് 2 മക്കളുണ്ട് കേട്ടോ. 2 പെൺകുട്ടികൾ. ഓല് സ്കൂളിൽ പോയതാണ്. അനിയത്തി നല്ല കൊപ്ര തീറ്റയിലാണ്.
അത് നല്ല ചവച്ചരച്ച് തിന്നണുണ്ട്, ഓള് ഊഞ്ഞാലാടണുണ്ട്. എല്ലാ വീട്ടിലും ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങാന്നേ വിചാരിച്ചിട്ടുള്ളൂ. അമ്മായി എന്തായാലും ചായ എടുക്കാതെ പോകാനായിക്കണില്ല. കാരണം 3:30 ആകുമ്പോഴത്തേന് നമ്മളെ മക്കൾ വരുമല്ലോ. ആദ്യം അതൊക്കെ ഓല് വരുമ്പോൾ എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അമ്മായി കേൾക്കണ്ടേ. എന്തായാലും വരുമ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയാണ്. അതും ചായയൊക്കെ കുടിച്ചങ്ങാണ്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ പോകുന്നു കേട്ടോ. അപ്പം നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടമാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.